രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് അവകാശപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ SIR ആരംഭിച്ചിട്ട് ഒരു വർഷമായി. ഇതുവരെ രാജ്യത്താകെ 6 കോടിയോളം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായാണ് കണക്കുകൾ. ഇതിൽ നീതി നിഷേധിക്കപ്പെട്ടവർ എത്രയെന്ന ചോദ്യം പ്രസക്തമാണ്. 6 കോടിയോളം പേരിൽ എത്ര പേർ യഥാർത്ഥ വോട്ടർമാരാണെന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകളും പ്രതിപക്ഷ പാർട്ടികളും മനുഷ്യാവകാശ സംഘടനകളും ഉയർത്തുന്ന ആക്ഷേപങ്ങളും തമ്മിൽ വലിയ അന്തരമാണുള്ളത്. മതിയായ രേഖകളില്ലാത്തവരും അർഹരുമായ ലക്ഷക്കണക്കിന് ആളുകൾ SIRന്റെ മറവിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതെന്ന് പകൽ പോലെ വ്യക്തമാണ്. ബീഹാറിൽ മാത്രം 65 ലക്ഷത്തോളം പേരെ ഒഴിവാക്കിയത് വലിയ വിവാദമായി നമ്മുടെ മുൻപിലുണ്ട്. പലപ്പോഴും മുൻകൂർ നോട്ടീസോ വ്യക്തമായ കാരണം കാണിക്കലോ ഇല്ലാതെയാണ് വോട്ടർമാരെ ഒഴിവാക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകാൻ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. ഏകദേശം 2.79 കോടിയിലധികം പേരുടെ വിവരങ്ങൾ എങ്ങനെയാണെന്ന് വ്യക്തമാക്കാതെയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത്. ഇത്രയും വലിയൊരു സംഖ്യ വോട്ടർമാർ തങ്ങളുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടവരാണോ അതോ ഭരണപരമായ പിഴവാണോ എന്ന് ബോധ്യപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടാണ് കഴിഞ്ഞ വർഷം ജൂൺ 24-ന് ബീഹാറിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ SIR നടപടി ആരംഭിച്ചത്. തുടർന്ന് സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് ഏകദേശം 65 ലക്ഷം വോട്ടർമാരെ നീക്കം ചെയ്തു. ഇതോടെ ആവശ്യമായ രേഖകളില്ലെന്ന പേരിൽ പൗരന്മാരെ വോട്ടവകാശത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷ പാർട്ടികളും സാമൂഹിക പ്രവർത്തകരും പറഞ്ഞുകൊണ്ടേയിരുന്നു. ബീഹാറിന് ശേഷം ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, കേരളം, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഗോവ എന്നിവിടങ്ങളിൽ 2ാം ഘട്ട SIR നടപ്പാക്കി. ഈ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മൊത്തം 50.99 കോടി വോട്ടർമാരിൽ 10.2% പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായാണ് കണക്കുകൾ. ഇതോടെ വോട്ടർമാരുടെ എണ്ണം 45.81 കോടിയായി കുറഞ്ഞു. നീക്കം ചെയ്യപ്പെട്ടവരിൽ 66.88 ലക്ഷം പേർ മരിച്ചവരാണെന്ന് കണ്ടെത്തി. ഇതിൽ ഏറ്റവും കൂടുതൽ പേർ ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലുമാണ്. കൂടാതെ എതിർപ്പുകൾ പരിഗണിച്ചും സൂക്ഷ്മ പരിശോധന നടത്തിയും 63.16 ലക്ഷം വോട്ടർമാരെയും ഒഴിവാക്കി. നിലവിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഡൽഹി ഉൾപ്പെടെയുള്ള 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 3ാം ഘട്ട SIR പുരോഗമിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യപ്പെട്ടവരെ പശ്ചിമ ബംഗാളിലും ബീഹാറിലും സംസ്ഥാന ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഇത് തീർത്തും നീതി നിഷേധമാണ്. അതിനിടെ യോഗ്യരായ ഒരു പൗരനും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകാതിരിക്കാനും അയോഗ്യരായ ആരും പട്ടികയിൽ ഉൾപ്പെടാതിരിക്കാനും ലക്ഷ്യമിട്ടുള്ള നടപടിയെ SIRനെ വിശേഷിപ്പിച്ച് NCERTയുടെ സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകത്തിലും വിഷയം ഉൾപ്പെടുത്തി മോദി സർക്കാർ SIRന് വെള്ളപൂശുകയാണ്. അപ്പോഴും ഇന്നലകളിൽ ഈ രാജ്യത്ത് വോട്ട് ചെയ്ത 6 കോടിയോളം പേർ പുറത്തു നിൽക്കുകയാണ് എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്.